എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോഡോ ഗ്ലിംസിൻ്റെ അതിവീര സാഹസ കഥകളൊക്കെയാണ്. ബോഡോ ഗ്ലിംസ് എല്ലാവർക്കും അറിയാം, ചാമ്പ്യൻസ് ലീഗ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ബോഡോ ഗ്ലിംസിനെ അറിയാം. റീസെൻ്റായിട്ട് ബോഡോ ഗ്ലിംസ് ചാമ്പ്യൻസ് ലീഗ് നടത്തിയ കുറച്ച് കുതിപ്പുകളാണ്. അതിൽ പുതിയ പതിപ്പായിട്ട് അവർ ഇന്റർ മിലാനി 3-1 അവരുടെ നാട്ടിൽ വെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഈ ബോഡോ ഗ്ലിംസ് ചെറിയ മീനുകളല്ലാന്ന് അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗിൽ തന്നെ ആദ്യം തുടക്ക സമയങ്ങളിൽ അതിൽ വീഴ്ത്തിയൊരു ബിഗ് ഫിഷാണ് മാഞ്ചസ്റ്റർ സിറ്റി. 3-1 ബോഡോ ഗ്ലിംസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബോഡോ ഗ്ലിംസ് 3-1 മുൻ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് വിന്നറായിട്ടുള്ള മുമ്പൊരിക്കൽ ചാമ്പ്യൻസ് ലീഗ് വിന്നറായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റീനെ മലർത്തിയടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 3-1. അപ്പോൾ എല്ലാവരും പറയും അത് ഓക്കെയാണ്, മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ഡിഫൻസ് വളരെ മോശമാണ്, പിന്നെ മത്സരം നടന്ന ബോഡോ ഗ്ലിംസിൻ്റെ ഗ്രൗണ്ടിലാണ്, അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഡിഫൻസീവ് എററുകൾ സംഭവിച്ചിട്ടുണ്ട്, അവർ പണ്ടത്തെ പോലെ ടീമല്ല, ഗോഡിയോളില്ല, പിന്നെ അങ്ങനത്തെ കുറേ കാരണങ്ങൾ, ഗോഡിയോളില്ല, റൂബനേഴ്സ് ഇല്ല, അങ്ങനെ അവരുടെ ഡിഫൻസ് വളരെ മോശമാണ്, പിന്നെ കളി നടന്നത് ബോഡോ ഗ്ലിംസിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്, അത് കാരണം കൊണ്ട് അഡ്വാൻറ്റേജ് മൊത്തം ബോഡോ ഗ്ലിംസിനായിരുന്നു, അത് കാരണം ബോഡോ ഗ്ലിംസ് ജയിച്ചു, അതിശയിക്കാനൊന്നുമില്ല എന്ന് പറയുന്നവർക്ക് മുമ്പിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് അപ്പുറം ചാമ്പ്യൻസ് ലീഗിൽ തന്നെ ബോഡോ ഗ്ലിംസ് 2-1 അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടായ മെട്രോപൊളിറ്റാനിൽ വെച്ചിട്ട് തോപ്പിച്ചത്. അപ്പോൾ ആർക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിയോണിൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റായിട്ടുള്ള ടീമാണ്. അതും സിമിയോണിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടന്ന കളിയിൽ 2-1 മലർത്തിയടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ബോഡോ ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഒരു കുഞ്ഞൻ ടീമാണ്. സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന് പറഞ്ഞൊരു ജയൻറ്റ് ക്ലബിനെതിരെ 2-1 അതും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടായ മെട്രോപൊളിറ്റാനിൽ പോയിട്ട് അവരെ മലർത്തിയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അതും ബോഡോ ഗ്ലിംസ് ചെയ്തു. അപ്പോൾ ആദ്യം മാഞ്ചസ്റ്റർ സിറ്റിയെ മലർത്തിയടിച്ചത് വെറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റായിട്ട് സംഭവിച്ചതല്ല, ഞങ്ങൾക്കും വലിയ ടീമിനെ ബിഗ് ഫിഷിനെ ചേസ് ചെയ്യാൻ അറിയാം, മലർത്തിയടിക്കാൻ അറിയാം എന്നുള്ളൊരു വ്യക്തമായ സന്ദേശം കൂടിയായിരുന്നു അത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്കട്ടപ്പം മുകളിൽ ചാവുക എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ. അപ്പോൾ ചക്കട്ടപ്പം മുകളിൽ ചത്തതല്ല അന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ജയിച്ചത്. ഞങ്ങൾക്ക് ജയിക്കുവാനും അറിയാം, ഞങ്ങൾ മൊയലിനെ വെടിവെച്ചിട്ട് തന്നെയാണെന്നാണ് ഈ അത്ലറ്റിക്കോ മാഡ്രിഡിനെ മലർത്തിയടിച്ചപ്പോൾ അതിലൂടെ ബോഡോ ഗ്ലിംസ് തന്നത്. അപ്പം അത്ലറ്റിക്കോ മാഡ്രിഡും അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോഡോ ഗ്ലിംസിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കി, സിമിയോണി ടീമും ഏകദേശം അവർ മനസ്സിലാക്കി. കുറച്ച് ദിവസം മുമ്പ് നടന്ന പിന്നെയും ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരത്തിൽ ഈ ബോഡോ ഗ്ലിംസ് നാട്ടിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിസ്റ്റുകളായി ഇന്റർ മിലാനെ പിന്നെ ഇതാ 3-1 തോപ്പിച്ചു. അപ്പോൾ ഈ ബോഡോ ഗ്ലിംസ് ചില്ലറ ടീമല്ല. ഇപ്പോൾ നടക്കുന്ന 2020 വേൾഡ് കപ്പ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫോളോ ചെയ്യുന്നവർക്കറിയാം നമ്മുടെ സിംബാബ്വെ എങ്ങനെയാണ് ഇപ്പോൾ സൂപ്പർ 8ലേക്ക് പ്രൊമോഷൻ നേടിയത്. അവർ തോൽപ്പിച്ചത് ഒന്ന് ഓസ്ട്രേലിയയാണ്, ദി മൈറ്റി ഓസ്ട്രേലിയ തോൽപ്പിച്ചു. പിന്നെ ഇതാ ശ്രീലങ്ക നാട്ടിൽ വെച്ച് തോൽപ്പിച്ചു. അങ്ങനെയാണ് കയറി പോയത്, അണ്ടർ ഡോഗ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ബോഡോ ഗ്ലിംസും ഒരു അണ്ടർ ഡോഗ്സ് ആണ്. അവരിപ്പോൾ തോൽപ്പിച്ചത് ആരൊക്കെയാണ്? മാഞ്ചസ്റ്റർ സിറ്റി, അത് ഹോം മത്സരമായിരുന്നു. പിന്നെ മെട്രോപൊളിറ്റാനിൽ പോയിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ടാണ് തോൽപ്പിച്ച കഥ പറയുന്നത്. അവർ തോൽപ്പിച്ചു 2-1. അപ്പോൾ ഇതാ ഇന്റർ മിലാനെ ബോഡോ ഗ്ലിംസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ 3-1 തോൽപ്പിച്ചു. അപ്പോൾ ബോഡോ ഗ്ലിംസിനെ ചിലർക്കാരായിട്ട് കരുതാൻ നിൽക്കണ്ട, അവരായിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കുന്നവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക, അവർ ചില ടീംസ് അല്ല. ഇപ്പം എന്തുണ്ടായി? അടുത്ത സെക്കൻഡ് ലീഗ് നടക്കുന്നത് സാൻസിറോയിലാണ്, ഇന്റർ മിലാൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്. 2 ഗോൾ അഡ്വാൻറ്റേജ് ബോഡോ ഗ്ലിംസ് ഉണ്ടാവും, ജയിക്കോ തോക്കോ വാട്ടവർ. 2 ഗോൾ അഡ്വാൻറ്റേജിലാണ് ഈ ബോഡോ ഗ്ലിംസ് ഇറങ്ങുന്നത്. ഇനി സാൻസിറോയിൽ പോയിട്ട് എനിക്ക് മെട്രോപൊളിറ്റാനിൽ പോയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ച അവിടെ പോയിട്ട് ഗോൾ അടിച്ച ബോഡോ ഗ്ലിംസ് ഈ സാൻസിറോയിലും പോയിട്ട് ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ടാകും. ഗോൾ അടിച്ച് കഴിഞ്ഞാൽ അവരുടെ ലീഡ് ഇപ്പോൾ ഓൾറെഡി 2 ഗോളിന് ലീഡുണ്ട്, അത് കൂടും. അത് കാരണം കൊണ്ട് ബോഡോ ഗ്ലിംസ് ചില്ലറക്കാരല്ല. അവരെ ചെറുമീനുകൾ എന്ന് കരുതി അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നേരിടാൻ ഇറങ്ങുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ വിചാരിക്കുന്ന തെറ്റ് എന്നാണെന്നാണ് ഈ ബോഡോ ഗ്ലിംസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.